ലോക ഒരു ഓവർ റേറ്റഡ് മൂവിയാണോ? കഴിഞ്ഞ ദിവസം OTT കണ്ടപ്പോൾ ഉറങ്ങിപ്പോയി ഈ സിനിമ ഉണ്ട്. മലയാളത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വെട്ടിച്ച് ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നെസ്ലിൻ, ടൊവിനോ, ദുൽഖർ, സാൻഡി മാസ്റ്റർ, ചന്തു സെലിംകുമാർ, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ ഫിലിമിൽ. എല്ലാവരും കൂടി പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. കല്യാണിയൊക്കെ മരിച്ച് അഭിനയിച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് ആയാലും ആ ലുക്കായാലും ഭയങ്കര ഒരു ലുക്കായിരുന്നു കല്യാണം ഈ ഫിലിമിൽ. മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തീമും അതിന്റെ പ്രസന്റേഷനൊക്കെ ആയി വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു. നമുക്ക് മലയാളത്തിൽ ഒരു പുതുമയായിരുന്നു ഈ സിനിമ. ഇങ്ങനത്തെ ഒരു സംഭവം, ഈ ഒരു ട്രീറ്റ്മെന്റ് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ആ ഓരോ സീനുകൾ കഴിയുമ്പോഴും ക്യാരക്ടർ റിവീൽ ചെയ്ത് വരുന്നതും റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു തിയേറ്ററിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ OTT വന്നപ്പോൾ ഭയങ്കര ഓവർ റേറ്റഡ് ആണ് ഈ സിനിമ എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഒരു തിയേറ്റർ സ്റ്റഫ് ഫിലിമാണ്. തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ ആയാലും ആ സൗണ്ട് ഡിസൈനും ക്വാളിറ്റിയൊക്കെ ആയാലും അത് തിയേറ്ററിൽ അനുഭവിച്ചറിയണം. OTT കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടില്ല. സാധാരണ മലയാള സിനിമ കാണുന്ന ഒരു നോർമൽ ഓഡിയൻസിന് ഇങ്ങനത്തെ ഒരു സിനിമ ദഹിക്കാൻ പാടായിരിക്കും. കാരണം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെ വേറെയാണ്. നോർമൽ ഒരു സിനിമ തുടങ്ങുന്ന പോലെ അങ്ങനത്തെ സംഭവങ്ങളല്ല. ഇതിൽ ഡയലോഗ്സും ഇതിൽ ഓരോ സീൻസും ഒരു പ്രത്യേക രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആവാം പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി തിയേറ്ററിൽ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ സിനിമ OTT കാണാനിരുന്നിട്ട് സിനിമ തുടങ്ങി. അപ്പൊ നമുക്കറിയാം സിനിമയിൽ എന്താണ് ഇനി വരാൻ പോകുന്നത്, ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. അപ്പൊ കാണാനിരുന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ഇന്റർവെല്ലൊക്കെ ആവാറായപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ഒട്ടും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല OTT കണ്ടിട്ട്. അപ്പൊ ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഈ സിനിമക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം തിയേറ്ററിൽ കണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഒന്നും കൂടി ആ ക്രൗഡും ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പൊ നമ്മളിത് OTT വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കാണുമ്പോൾ ഓൾറെഡി ഒരു തവണ കണ്ട ആളാണെങ്കിൽ രണ്ടാമത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പൊ അത് ഒരു ട്രൂ ആണ്. OTT പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരല്ല, അവർ വീട്ടിലിരുന്ന് സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കുറച്ച് എൻഗേജ്മെന്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഓവർ റേറ്റഡ് സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിലും സെക്കൻഡ് ടൈം തേർഡ് ടൈം കാണുമ്പോൾ ഓക്കെ വാച്ച് മൂവിയാണ്. ഭയങ്കര മോശം സിനിമ എന്നൊന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ലോക ചാപ്റ്റർ 1. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് OTT കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.